ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മളിപ്പം നിങ്ങൾക്കറിയാമായിരിക്കും ഈ വണ്ടി. നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വണ്ടിയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതാരെ വണ്ടി എന്നും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ലിവറി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് തപ്പി എടുത്ത് ലിവറി കിട്ടി. കുറേ സംഭവം ഞാൻ ചെയ്തിരുന്നത് ലിവറി ആയിട്ട് എടുത്തതാണ്. വണ്ടി 49 സീറ്റാറ് വണ്ടിയാണ്. വണ്ടിയുടെ ബാക്കിലോട്ട് പോകാം. വയനാടൻ്റെ നമ്പർ വല്ലതും വേണമെങ്കിൽ വണ്ടി ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഉണ്ട്. ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് വയനാടൻ്റെ നമ്പർ. നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വയനാടൻ്റെ ഇൻസ്റ്റ ഉണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. വയനാടൻ്റെ ഇൻസ്റ്റ വയനാടൻ _ട്രാവലർ ഹബ് എന്നാണ് വയനാടിൻ്റെ ഇൻസ്റ്റയുടെ പേര്. അപ്പം നമുക്ക് വണ്ടിക്ക് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞാൽ സൈഡിൽ ഇവിടെ ഇതുണ്ട്, ലഗേജ് വയ്ക്കാനുള്ളതുണ്ട്, പിന്നെ മണ്ടയിൽ വയ്ക്കുന്നത് അലോയൊക്കെ ഉള്ളതാണ്. നമുക്കിനി വണ്ടിയുടെ അകത്ത് ഫ്രണ്ടിലൊക്കെ എന്തൊക്കെയാണ് നോക്കാം. ഫ്രണ്ടിൽ ലിപ്പ് വെച്ചിട്ടുണ്ട്, പിന്നെ 2 പാർക്ക് വെച്ചിട്ടുണ്ട്, പിന്നെ നോർമൽ ഒരു സ്റ്റിക്കർ വൈപ്പറിൽ ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ബ്ലൂ സ്റ്റാർ എന്ന് പറയണം എഡിഷൻ നെയിമും, പിന്നെ വയനാട് ട്രാവൽ ഹബ് എന്ന് പറയുന്ന പേര്. പിന്നെ ടോപ്പ് ലൈറ്റും 2 കൊമ്പിലും 2 ലൈറ്റും. നമുക്ക് ഇനി ഈ സൈഡ് ലൈറ്റ് ഇൻഡിക്കേറ്ററും ഇതൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പം വണ്ടിക്കകത്ത് എത്ര ശബ്ദം ഉണ്ടെന്ന് അറിയാൻ പറ്റും. നമുക്ക് കറക്റ്റാണ് പറയുന്നത്. വണ്ടിക്കകത്ത് എത്ര ആമ്പ് ഉണ്ടെന്ന് 1 3 വണ്ടിക്കകത്ത് 8 ആമ്പ് ഉണ്ട് എന്ന് പറയുമ്പം 8 അല്ലെങ്കിൽ 8 സബ് കാണാനാണ് ചാൻസ്. സൗണ്ട് കുറച്ച് വെച്ചിട്ടുണ്ട്, ഇപ്പോൾ കൂട്ടി. ഇനി നമുക്ക് കണ്ട് ഈ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അതിൻ്റെ ഈ സൈഡിലായിട്ട് കുറച്ച് കണ്ണിൻ്റെ ഇതിൻ്റെ അടുത്ത് കുറച്ച് നമ്പർ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കത് എന്തിനാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ 1 അമർത്തി നോക്കാം, എന്തെങ്കിലും മാറുമെന്ന് നോക്കാം. ഇവിടെ നിൽക്കാം ഗൈസ്. നമ്മൾ 1 അമർത്തിയിട്ടുണ്ട് ഗൈസ്. ഒരു മാറ്റവും ഇല്ലല്ലോ. ബാക്കിലൂടെ പോയി നോക്കാം ഗൈസ്. ഒരു മാറ്റവും ഇല്ല. 1 അമർത്തിയപ്പോൾ ഒന്നുകൂടെ അമർത്തി നോക്കാം ഗൈസ്. 2 അമർത്തി നോക്കാം ഗൈസ്. മേളിലത്തെ സാധനം കണ്ട ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. കണ്ട ഈ സാധനം ഒന്നുകൂടെ 2 അമർത്തി കാണിച്ചു തരാം. ഇപ്പം അടഞ്ഞത്. ഒന്നുകൂടെ അമർത്തി നോക്കാം. ഫ്രണ്ടിലത്തെ ബമ്പർ പൊങ്ങണയാണോ എന്താ കിട്ടും. അതല്ല, 1 അമർത്തിയിട്ട് സൈഡിലോട്ട് വന്ന് നോക്കാം. ഒന്നുമില്ല. ഇനി ഓഫ് ചെയ്തിട്ട് ബാക്കിലൂടെ വന്നിട്ടൊന്നും അങ്ങോട്ട് 1 അമർത്തി നോക്കാം. ഒന്നുമില്ല. സൈഡിലും ഒന്നുമില്ല. 1 അമർത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് 3 അമർത്തി നോക്കാം. 2 മനസ്സിൽ കണ്ട് ഇവിടുത്തെ ടോപ്പിലത്തെ ഇതാണ്. 3 അമർത്തി നോക്കാം ഗൈസ്. 3 അമർത്തി കഴിഞ്ഞാൽ ടോപ്പ് ലൈറ്റ് പോവും, ടോപ്പ് ലൈറ്റും പോവും, നെയിം ബോർഡും പോവും ഗൈസ്. വണ്ടിക്ക് നെയിം ബോർഡൊക്കെ ഉണ്ട്. ഈ നെയിം ബോർഡ് വേറെ ലൈറ്റൊക്കെ വന്ന് ഗൈസ്. ഇവിടെ പാർക്ക് അടിച്ചപ്പോൾ ലൈറ്റ് വന്ന്. ഫ്രണ്ടിൽ അല്ലാതെ ചെറിയ ചെറിയ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. വണ്ടിയുടെ നെയിം ബോർഡ് കണ്ട് ഇപ്പം പേരിൻ്റെ ആ ട്രാവൽ ഹബിൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത് നെയിം ബോർഡാണ് ഗൈസ്. നെയിം ബോർഡ് എന്ന് പറയുമ്പം പേരൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കും. വണ്ടി കുറേ നേരം കൊണ്ട് ഓണാക്കി ഇട്ടേക്കാണ്. ഇന്റീരിയർ നമുക്ക് കാണാൻ പറ്റൂല. ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം 3 വേണം. 3 ഓണാക്കി ഇട്ടേക്കാം, അല്ല ഓഫ് ചെയ്തിട്ടേക്കാം. 1 എന്താണോ അതൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ ഒന്ന് അകത്ത ഇത് കാണിച്ചു തരാം ഗൈസ്. ഇതൊക്കെയാണ്. ഇപ്പം നമ്മൾ 3 അമർത്തി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പേര് കാണും. കണ്ട, അതാണ് സംഭവം. എന്താ സൗണ്ട് ഉള്ളിലോട്ട് നോക്കട്ടെ. അത് ഇതാ ഇന്റീരിയർ കുഴപ്പമില്ല, അല്ലാതെ എങ്ങനെ കാണുമെന്നാണ് ക്യാമറ എടുക്കാം പക്ഷെ അത് അവിടെ അകത്ത കിട്ടൂല, വെളിയിലത്തെ മാത്രമേ കിട്ടൂ.
അതെങ്ങനെ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. എടുക്കാൻ ഒരു വഴിയുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് അഡ്ജസ്റ്റ് ക്യാമറയിൽ പോയി ഇങ്ങനെ തല തിരിക്കാനൊക്കെ പറ്റും നമുക്ക്. തല തിരിച്ചു നോക്കാം ഗൈസ് എങ്ങനെയെങ്കിലും. ഗൈസ് അത് പറ്റണില്ല. അതിനിപ്പോൾ നമുക്ക് കളയാം. അല്ലാതെ ഇങ്ങനെ നോക്കാനൊക്കെ പറ്റും, പക്ഷെ പാടാണ്. ഡോറ് തുറന്ന് നോക്കട്ടെ. ഡോറ് വഴി കയറാൻ പറ്റുമോ നോക്കിയിട്ട് വരാം ഗൈസ്. ഇത്ര നേരം വണ്ടി അകത്ത് കയറാൻ പറ്റില്ല എന്നാണെന്നാണ് തോന്നണത്. എന്നാലും നോക്കാം. കയറാൻ പറ്റണേ. അയ്യോ, ഗൈസ് കയറാൻ പറ്റൂല. അപ്പോൾ ജസ്റ്റ് ഞാൻ ട്രിപ്പ് എടുത്തതാണ്. ട്രിപ്പ് എടുത്തിട്ടതേ ഉള്ളൂ ഈ സാധനം. ഡോറടിക്കാം. ഫ്രണ്ടിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം. ലൈറ്റ് ഫസ്റ്റ് ഒരെണ്ണം ഇട്ടുപോകാം. നെയിം ബോർഡും കത്തണുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഇൻഡിക്കേറ്ററൊക്കെ വർക്കിംഗ് ആണെന്ന്. ഇൻഡിക്കേറ്ററിൽ വൈപ്പറും വർക്കിംഗ് ആവുന്നുണ്ട് ഗൈസ്. ഫുൾ ലൈറ്റ് ഇട്ടിട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് ഓക്കെ, അത് കത്തൂല. ഇതുവരെ വണ്ടി എടുത്തിട്ട് അനങ്ങിയിട്ടില്ല വണ്ടി. നമുക്കപ്പം വേറെ ലൈറ്റൊന്നുമില്ല ഗൈസ്. സൈഡിലായി ലൈറ്റൊന്നും കത്തൂല ഗൈസ്. അത് കത്തും. അകത്ത് നമുക്ക് ഈ വഴി പോയിട്ട് ഒന്നുകൂടെ ഇറങ്ങാം. ഹാൻഡ് ബ്രേക്ക്. ഇതെന്ത് ഗൈസ്, നമ്മൾ മണ്ണിൻ്റെ അടിയിലൊക്കെ കഴിക്കുന്നു. നമുക്ക് അനങ്ങാൻ പറ്റണില്ല. വണ്ടി ഒന്ന് കുറച്ച് മാറ്റിയിടാം. ഇപ്പോഴാണ് ഞാൻ വണ്ടി ഒന്ന് എടുക്കണത്. ഇതിനകത്തോട്ട് വണ്ടി തട്ടാതെ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റിയാൽ ഗൈസ്. എനിക്ക് ക്യാബിനിലെ ഇതേ പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല. കുരിശ് അതേപോലെ തന്നെ അതിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ലിവറിയിൽ അതേപോലെ തന്നെ കുരിശ് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു വീഡിയോ ഒരു ഇതുപോലെ എടുക്കാം. ഇതിൻ്റെ അങ്ങ് പോയി നിൽക്കാം. അയ്യോ, ആരോ കൊണ്ട് ഇടിച്ച് ഗൈസ്. അവൻ കൊണ്ട് ഇടിച്ച് ഗൈസ് നമ്മളെ വണ്ടിയുടെ ബാക്കിൽ. ചപ്പിയാന്ത് നമ്മളെ ലിപ്പിയാണെന്ന് തോന്നുന്നു. അവൻ കൊണ്ട് ഇടിച്ച ഒന്നും പറ്റിയില്ലേ. അത് മാത്രം ചെറിയ ഹെഡ്ലൈറ്റിനോട് ചെറുതായിട്ട് നാത്തോട്ടായി പോയി. പുതിയ വണ്ടിയാണ് ഗൈസ്, പുതിയ വണ്ടി ഇറക്കിയത്. നമുക്ക് ആ വീഡിയോ എടുക്കാം. ഫസ്റ്റ് നമുക്ക് വണ്ടിക്കകത്ത് എത്ര സബ്ബുണ്ടെന്ന് ഈ വഴി കാണാൻ നോക്കി പറഞ്ഞുതരാം. വണ്ടി മാറ്റി കിട്ടല്ലേ ഗൈസ്. നമുക്ക് അനങ്ങാൻ പോലും പറ്റണില്ല. അല്ലാതെ ഈ വഴി ഞാൻ നോക്കി ഞാൻ പറഞ്ഞുതരാം. അയ്യോ, തരാം. ഈ വഴി സൂം ചെയ്ത് നോക്കാം ഞാൻ. സ്പീക്കറൊക്കെ ഇരിപ്പുണ്ട്. പഞ്ച് ബോക്സ് ആണ് ഗൈസ് ചെയ്തേക്കണം. പഞ്ച് ബോക്സ് സൈഡിൽ പഞ്ച് ബോക്സ് ഒക്കെയാണ് ചെയ്തേക്കണം. ഞങ്ങൾക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ നമ്പർ വിളിക്കാം. പക്ഷെ ഞാനായിരിക്കില്ല പറഞ്ഞത്, വണ്ടിയുടെ ഓണറായിരിക്കും പറഞ്ഞത്. അപ്പോൾ നമുക്ക് വണ്ടി ഇതിൻ്റെ അനുസരിച്ച് ഓട്ടിക്കാം, കുഴപ്പമില്ല. ഇതിനൊക്കെ തന്നെ പോകുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റിയറിങ് അയ്യോ, സൈഡൊന്നും നോക്കാതെയാണ് പോകണത് നമ്മൾ. ക്യാമറ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം എനിക്ക്. രണ്ട് സൈഡിലെ കണ്ണാടി നമുക്ക് കാണണം. ഇപ്പം രണ്ട് സൈഡിലേയും കാണാം. തിരിച്ച് ബാക്ക് പോവാം. ഇപ്പം അപ്പുറത്തെ സൈഡിലെ കണ്ണാടി നമുക്ക് കാണാൻ പറ്റും, ഇപ്പുറത്തെ സൈഡിലെ കണ്ണാടിയും കാണാൻ പറ്റും. ഓണൊക്കെ ഉണ്ടോ നോക്കട്ടെ. നോർമൽ നമുക്കിനി ഓണം അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. വണ്ടി ഇല്ല ഉള്ള ഇതിൽ തരംപേരുള്ള അതിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴും ആഡ് ചെയ്യാൻ പറ്റൂല.
നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് മര്യാദയൊക്കെ കാണിച്ച് പോവാം. നമുക്ക് പോവാനുള്ള വഴി അവിടെ ഒരാൾ തടഞ്ഞു വെച്ച് ഇനി പോവാൻ പറ്റുമോ എന്നറിയൂടെ ഗൈസ്. ഇപ്പം നോക്കട്ടെ. ഇത് ചെറിയൊരു വീഡിയോ ആണ്, പ്രൊഫഷണൽ ചെറിയ വീഡിയോ. ഈ സാറിൻ്റെ ഇത് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വിഷ്വല് നമുക്ക് എങ്ങോട്ട് പോകാനുള്ള നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. വേറെ കാര്യം മാപ്പ് മൊത്തം തെറ്റി കിടക്കുകയാണ് ഇപ്പം. മാപ്പിൽ കാണിക്കുന്നത് ഇവിടെ നിന്നൊരു വളമാണ്. നമ്മളെ ബസ്സിൻ്റെ ഒരു സിമ്പൽ കാണിക്കുന്നുണ്ട് അവിടെ ഗൈസ്. ഇതൊക്കെ കണ്ട ലുക്ക് കണ്ട വണ്ടിയിൽ പുത്തൻ വണ്ടി. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം ഇറക്കി കൊണ്ടുവന്നുള്ളൂ ബോഡിയൊക്കെ എടുത്ത്. ചുമ്മാ ഗൈസ്, നമ്മളെ വണ്ടി പോലും ഇല്ല. ഈ വീഡിയോ എങ്ങനെ അവർ തീർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ലിവർ ഈറ്റ് നമ്മളെടുത്ത് കുറേ ഇപ്പോൾ ഉണ്ട്. വരയ്ക്കാതെ തട്ടാതെ മുട്ടാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെ കൊണ്ടുപോകണം, കൊണ്ടുപോയാലേ പറ്റൂ. അങ്ങനെ സെറ്റായി നമ്മുടെ റോഡിലോട്ട് വണ്ടി ഇറങ്ങുകയാണ്. അയ്യോ ഗൈസ്, എവിടെ തിരിയണില്ല. ഇപ്പം മരത്തി ഇടിച്ചാ എന്തോ ഗൈസ്, നമുക്ക് നോക്കട്ടെ. മരത്തി ഇടിച്ചാ? ഓ ഗൈസ്, മരത്തിൽ മറ്റേ സാധനം ഉള്ളതുകൊണ്ട് ഇടിച്ചില്ല. ജസ്റ്റ് റിവേഴ്സ് എടുത്ത് നോക്കാം. ആ ലിപ്പാണ്, ലിപ്പ് സീനില്ല. വണ്ടിക്ക് നല്ല പവറുണ്ട് കേട്ടോ. അത് പിടിച്ചിട്ട് നിൽക്കണ്ട. വണ്ടി പവറുണ്ട്, സീന് പവർ. നമുക്ക് ചുമ്മാ ഓട്ടിച്ച് നോക്കാം. അയ്യോ ഗൈസ്, വണ്ടി ഇടിച്ച് പറ്റിയാ നോക്കാം. അയ്യോ, കൊമ്പായിരിക്കും പറ്റിയത്. കൊമ്പ് ഇപ്പം ചളുങ്ങിക്കാണ്, കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഈ വണ്ടിയുടെ മോഡൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണ്ട, ഞാൻ തന്നെ പറഞ്ഞത്. മിക്കവാറും ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. ഇത് BRM അസ്ത്ര എന്ന് പറഞ്ഞ മോഡലാണ്. ആരും കേട്ടാൻ സാധ്യതയില്ല. വണ്ടിപ്രാന്തന്മാർക്ക് അറിയായിരിക്കും. പിന്നെ നമ്മളൊരു വണ്ടിപ്രാന്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്കറിയാം ഗൈസ്. പിന്നെ എൻ്റെ കൂട്ടുകാരനോട് സൈഡ് കിട്ടില്ല, അടിയാണ് തട്ടിയത് ഗൈസ്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു ചാനലുണ്ട്. എൻ്റെ ചാനല് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തറിയാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവന് സബ്സ്ക്രൈബ് ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. എൻ്റെ അത്ര പോലും ഇല്ല, അവന് നല്ല കുറവാണ്. എനിക്ക് തന്നെ ഇപ്പം 200 ഉള്ളൂ, 250 ഉള്ളൂ. അപ്പോൾ അവന് 100 എത്രയൊക്കെ ഉള്ളൂ. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോഴത്തെ വീഡിയോ ഇടുന്ന ആരും ഒന്നും കാണുന്നില്ല. ഷോർട്സ് വീഡിയോ ഇടാത്തതുകൊണ്ടെന്നാണെന്ന് അറിഞ്ഞൂടാ. പാട്ടിനൊക്കെ മാത്രമേ നമുക്ക് ഇതൊക്കെ ഉള്ളൂ, വീഡിയോയ്ക്കൊന്നും ഇതില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് വണ്ടിക്ക് അകം കാണാൻ പറ്റൂല, വെളി മാത്രം കാണാൻ പറ്റും ഗൈസ്. ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ ഇൻഡിക്കേറ്റർ, സ്റ്റിയറിങ് തിരിയണനുസരിച്ച് ഇൻഡിക്കേറ്റർ ഇട്ടാക്കിയാണെങ്കിൽ സ്റ്റിയറിങ് തിരിയണനുസരിച്ച് മറ്റേ ഇതാണ് ഇൻഡിക്കേറ്റർ മാറിക്കോളും. വണ്ടി ഇപ്പോൾ വളച്ചിട്ട് ഇപ്പം ഇൻഡിക്കേറ്റർ ഇടാൻ വളച്ചേക്കണേ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ സ്റ്റിയറിങ് തിരിയണനുസരിച്ച് ഈ വളവിൽ ഇൻഡിക്കേറ്റർ ഇട്ടാക്കിയാണ് ഞാൻ ഇപ്പം. ഇതിന് വണ്ടി വളച്ച് ഇപ്പം കാണിച്ചു തരാം. വളച്ച് ഇപ്പം ഇൻഡിക്കേറ്റർ ഓഫ് ഓട്ടോമാറ്റിക്, ഞാൻ ഒന്നും ചെയ്തില്ല. അപ്പോൾ ആളെ കയറ്റാനുള്ള സ്ഥലമായിട്ടാണ് ഹോണൊക്കെ അടിച്ച് കയറാം ഗൈസ്. വണ്ടി തട്ടണുണ്ട്, പക്ഷെ അടിയാണെന്നേ ഉള്ളൂ ഗൈസ്. ഇതൊന്ന് ഒരു ഇതാക്കി വീഡിയോ എടുക്കാം ഗൈസ്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് വരാം ഗൈസ്. നിങ്ങൾ പേടിക്കണ്ട, അവിടെ നിന്നേ ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് വരാം.
ഇവിടെ നിന്ന് ഈ ബസ്സിൻ്റെ ഇത്രയും കണ്ടൊരു വീഡിയോ എടുക്കണം. ബസ്സിൻ്റെ ഇത്രയും കണ്ടൊരു ഗൈസ് ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഒന്ന് എടുത്ത വീഡിയോ ഈ വണ്ടിക്ക് നല്ല പവറുണ്ട് പിടിച്ച് കിട്ടുന്ന നോക്കട്ടെ ഇറങ്ങി. ഗൈസ് എനിക്ക് ഇതിൽ നിന്ന് കയറാൻ പറ്റണില്ല. എന്ത് ഈ സൈഡെല്ലാം ഇടിച്ച അപ്പുറം സൈഡാണ് ഇടിച്ച. ഒടി വഴി നോക്കി ഗൈസ് വണ്ടിക്ക് ഇടിച്ചിട്ട് വണ്ടിക്കൊന്നും പറ്റിയില്ല. നേരത്തെ 2-3 ഇടി ഇടിച്ച് കാണിക്കാതെ എന്തായി കുറഞ്ഞു. എനിക്കിനി വണ്ടി എടുക്കാം. ഒറ്റ എടുപ്പങ്ങ് എടുക്കണം ഗൈസ്. വണ്ടി പറക്കും. ഇപ്പം തന്നെ വേണ്ട 100 കിലോമീറ്ററായി. 4th ഗിയറിൽ ഇപ്പം വേണ്ട ഇപ്പം 4th ഗിയറിൽ ഇപ്പം 100 കയറോ നോക്കാം. 4th ഗിയറിൽ ഇപ്പം 100 കയറി ഗൈസ്. അവിടെ നിന്നൊരു ലോങ് വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ഗൈസ് ഒരു കാര്യം ചെയ്യാം, വണ്ടി വേറൊരു വീഡിയോ എടുക്കാം ഗൈസ് നമുക്കിപ്പോൾ. ഗൈസ് എങ്ങനെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് വേറെ ഷോർട്ട് വീഡിയോ എടുക്കും ഗൈസ്. നമ്മളാ ഇതിടിച്ചിട്ടിട്ടുണ്ട്. അയ്യോ ഫ്രണ്ട് നാട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ഇത്ര ഇതിൽ വരാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കൊണ്ടത് നിർത്താം. മീൻസ് ചെറിയ ഇത് ഇപ്പം നമുക്ക് വീഡിയോ എടുത്ത് നമുക്കിനി തിരിച്ച് സ്ഥലം വിടാം. വണ്ടിയിലിപ്പം പെട്രോളുണ്ട്, കുഴപ്പമില്ല. വണ്ടി കുറേ നേരം കൊണ്ട് ഓണായി കിടക്കുകയാണ്. വണ്ടി അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ കുറേ തട്ട് തട്ടി. അതൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കണം. ഇങ്ങനെ നോക്കാൻ പറ്റൂല. തേർഡ് ഇതിലിട്ടേ നോക്കാൻ പറ്റൂ. ഇപ്പോഴാണ് നോക്കാൻ പറ്റണത്. ഗൈസ് ബോഡി ഗൈസ് തട്ടണതെല്ലാം അറിയാൻ പറ്റണമെന്നാണ്ട് ഇവിടെ ആയിട്ടാണ് അറിയാൻ പറ്റണതാണ്ട്. ഈ ചപ്പി പൊളിഞ്ഞിരിക്കുന്നത് ഇവിടെ തട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറേ തട്ടുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്കതുകൂടെ ഫ്രണ്ടിൽ MGയുടെ സെറ്റ് വർക്കാണെന്നാണ് പറഞ്ഞത്. സ്മോക്കറുണ്ടോ വണ്ടിക്ക്? സ്മോക്കറില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് വണ്ടി എടുക്കാം കഴിച്ചു. ഇനി ഒറ്റ മൈൻഡ് വണ്ടി എടുക്കണം. വണ്ടിയിലെ ഇതെങ്ങനെ ലൈറ്റ് എങ്ങനെ ഇടുന്നതെന്ന് അറിഞ്ഞൂടാ. അതെങ്ങനെ ലൈറ്റ് വർക്കാവണില്ല. മിക്കവാറും ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു ചെറിയൊരു ഇത് കാണിച്ചാൽ ഇവിടെ തേർഡ് ഇതിട്ടിട്ട് ഞാൻ കാണിച്ചുതരാം. ഞാൻ അവിടെ നിന്ന് വന്ന് പാർക്ക് അടിച്ചുകൊണ്ട് ഇതെങ്ങനെയുണ്ട് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കാണാൻ വേണ്ടി. ചെറിയൊരു വീഡിയോ ഗൈസ്. ഞാൻ നിർത്താൻ പോണ ഗൈസ്. എനിക്ക് ബോറടിച്ചില്ല. വണ്ടി കുറേ ഓടയില്ല. ചൂടായി കാണും. നമുക്ക് തിരിച്ച് പോകണം എന്തായാലും. വഴിമാറിപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. യൂട്ടേൺ എടുക്കാം. ഇവിടെ യൂട്ടേൺ ഉണ്ട്.
ഇപ്പോൾ കാശ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.